കോൺഗ്രസിനെ വിമർശിച്ച് ശശി തരൂർ എക്സിലൂടെയായിരുന്നു വിമർശനം. കോൺഗ്രസിന് ദിശാബോധവും നയവും ഇല്ലാതായെന്ന അവലോകനമാണ് തരൂർ പങ്കുവച്ചത്. കോൺഗ്രസ് വെറും പ്രതിപക്ഷമായി മാറുന്നുവെന്ന് അവലോകനത്തിൽ പറയുന്നു. ബദൽ നയം ഇല്ലാതെ എതിർപ്പ് മാത്രമായി കോൺഗ്രസ് മാറുന്നുവെന്നും നിരീക്ഷണമുണ്ട്. തരൂരിനെ കോൺഗ്രസ് ഒതുക്കുന്നുവെന്നും അവലോകനത്തിലുണ്ട്. കെ പ്രശാന്ത് ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, തരൂർ വീണ്ടും തന്റെ നിലപാട് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, വീണ്ടും വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അല്ലേ? ഐശ്വര്യ, ഏതായാലും തരൂരിനെ കോൺഗ്രസ് പുറത്താക്കില്ല എന്നുള്ളതാണ് ഇന്നലെ പ്രധാനപ്പെട്ട നേതാക്കൾ വ്യക്തമാക്കിയത്. ഇന്നലെ നമ്മൾ ഈ തരൂരിന്റെ ഒരു നിലപാട് വലിയ തരത്തിൽ വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളോട് പോലും ഇന്നലെ ഇക്കാര്യം നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അത്തരമൊരു നീക്കം വേണ്ട, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട, തരൂർ പറയുന്നത് ആ വഴിക്ക് പൊയ്ക്കോട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കാനാണ് ദേശീയ നേതൃത്വം പോലും തങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ വിമർശനങ്ങളോ മറ്റ് മറുപടികളോ ഒന്നും നൽകേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ തരൂർ ഈ നിലപാട് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തെ ബി.ജെ.പിയുടെ വിജയവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം തരൂരിന്റെ നിലപാട് പുറത്തേക്ക് വരുന്നത്. രാഷ്ട്രീയ മാറ്റം തിരുവനന്തപുരത്ത് ലക്ഷ്യമാകുന്നു എന്നുള്ളതാണ്. തരൂരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷേ അതിൽ പ്രധാനമായും അതിൽ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തു എന്നുള്ളതാണ്. തരൂർ ഇന്ന് റീട്വീറ്റ് ചെയ്യുമ്പോഴും സമാനമായ തരത്തിലുള്ള ചില നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നു. 80% ആളുകളും താൻ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് തരൂർ പറയുന്നത്. പിന്നെ എന്തിനാണ് താൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് കൂടി തരൂർ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ തന്നെ എക്സിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ കൂടുതൽ വരികൾ താൻ അതിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ 6 വരികളിലാണ് തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മാത്രം അടർത്തിയെടുത്ത ചില മാധ്യമങ്ങളടക്കം അതിനെ തെറ്റിദ്ധരിപ്പിക്കാനുണ്ടായത്. താൻ ഒരിക്കലും അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോഴും പ്രധാനപ്പെട്ട കാര്യം സംഘപരിവാർ അനുകൂലമായ ഒരു ലേഖനത്തിന്റെ കാര്യങ്ങൾ അത് വീണ്ടും എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ അനുകൂലിച്ചുകൊണ്ടൊരു നിലപാട് തരൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് കോൺഗ്രസിന് വെറും പ്രതിപക്ഷ പാർട്ടിയായി മാത്രം കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു, മറ്റ് ലക്ഷ്യങ്ങളൊന്നും തന്നെയില്ല, താഴെ തട്ട് മുതലുള്ള പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ ഉണ്ടാകുന്നു തുടങ്ങിയ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. ഇതൊക്കെ തന്നെ തരൂർ ഒരു തരത്തിൽ ഉന്നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും അദ്ദേഹം എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് താൻ ഓരോ കാര്യങ്ങളും കുറിപ്പുകളായി എഴുതിയിടുന്നത്. പക്ഷെ അതിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് തന്റെ നിലപാടുകൾ ഇതാണെന്ന് വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊന്നും തനിക്ക് മറുപടിയില്ല, സഹതാപം മാത്രമാണ് ഉള്ള തരത്തിൽ തന്നെയാണ് തരൂരിന്റെ ഒരു നിലപാട് പുറത്തേക്ക് വരുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചാണ്, ഇത്രയധികം വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെയൊക്കെ തന്നെ ഉണ്ടാകുമ്പോഴും ഒരു തരത്തിലും ഈ ഘട്ടത്തിൽ മറ്റു പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. മറ്റു ചില നേതാക്കൾ പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഒരു KPCC നേതൃത്വത്തിന്റെ ഭാഗത്തടക്കം അത്തരം രൂക്ഷ വിമർശനങ്ങൾ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനൊരു കാരണം, തരൂർ എന്തായാലും ഇതേ നിലപാട് തുടരും. മറ്റേതെങ്കിലും തരത്തിൽ തരൂരിനെ പാർട്ടി നടപടിയെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടിയായിരിക്കും തരൂർ പുറത്തേക്ക് പോകുക. അത് വേണ്ട, തരൂരിന്റെ കോൺഗ്രസിന് നിലപാട് അംഗീകരിക്കാൻ കഴിയുന്നില്ല, ഈ രീതിയിൽ തന്നെ പോയാൽ പോരാ എന്നൊരു നിലപാടൊക്കെ ഉണ്ടെങ്കിൽ തരൂരിന് പുറത്തേക്ക് പോവുകയോ മറ്റേതെങ്കിലും നീക്കങ്ങൾ നടത്തുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തരൂരിനെ ഒഴിവാക്കിക്കൊണ്ടൊരു തങ്ങളായിട്ട് ഒഴിവാക്കുന്ന ഒരു നീക്കം ഉണ്ടാകേണ്ടതില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം കൂടി ദേശീയ നേതൃത്വത്തിന് വ്യക്തമാണ്. കാരണം തരൂര് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഒരുപക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയം കണ്ടതോടുകൂടി തന്നെ തരൂർ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറ്റാനുള്ള നീക്കങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില ചരടുവലികൾ സംസ്ഥാനത്ത് നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഐശ്വര്യ. ശരി, കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.